കഴിഞ്ഞ സർക്കാരിന് ആരോ എവിടെയോ ഇരുന്നൊരാഴ്ച ഇമെയിലിൽ അവർ ഇറങ്ങിപ്പോയി നടത്തിയ ഒരു അനധികൃതമായ ഒരു ഇടപെടൽ അത് ഈ സർക്കാർ തുടരേണ്ട ആവശ്യം ഈ അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥനെ പറ്റിയാണ് പരാതി പല ഓടുകളും വരുന്നത്. അദ്ദേഹം ദീർഘനാൾ കഴിഞ്ഞ സർക്കാർ പുറത്തു നിർത്തിയ ഉദ്യോഗസ്ഥനാണ്. അതിന്റെ പക തീർക്കാൻ വേണ്ടി അല്ല, അങ്ങനെയൊന്നും അത് കണക്കാക്കി പോകേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അന്വേഷണത്തിന്റെ ഭാഗമായി ഫയലുകളാണല്ലോ ഇവിടെ പരിശോധിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഫയലുകൾ എന്തായാലും അദ്ദേഹം പുറത്തുനിന്ന കാലത്ത് അദ്ദേഹം തയ്യാറാക്കിയ ഫയലല്ലല്ലോ, അത് ഇവരെല്ലാം തയ്യാറാക്കിയ ഫയലുകളല്ലേ. അപ്പോൾ അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അങ്ങനെ ആരോടും പക തീർക്കേണ്ട സാഹചര്യം സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചില്ല. ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തിയത് പോലും ആരോടെങ്കിലും പക തീർക്കാൻ വേണ്ടിയിട്ടല്ല. ഒന്ന് മലപ്പുറത്ത് നിന്ന് അടക്കമുള്ള ഒരുപാട് ഫുട്ബോൾ പ്രേമികളുടെ പരാതികളുണ്ടായിരുന്നു. മെസ്സി വരുമെന്ന് പറഞ്ഞിട്ട് അത് ഏത് ഘട്ടത്തിലാണ് നിന്ന് പോയത് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കണമെന്ന്. മെസ്സിയെ കൊണ്ടുവരാൻ വീണ്ടും ശ്രമിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരുപാട് കത്തുകൾ നമുക്കുണ്ടായിരുന്നു. ഒരുപാട് അപേക്ഷകൾ പിന്നെ ആവശ്യങ്ങൾ സോഷ്യൽ മീഡിയ മുഖാന്തരം അല്ലാതെയൊക്കെ നമ്മളോടൊക്കെ ആവശ്യപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ മെസ്സി വരാനുണ്ടായിരുന്ന സാഹചര്യം വീണ്ടും നിലനിൽക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കാനുള്ളൊരു സാവകാശം ഉണ്ടാവില്ലേ. അങ്ങനെ പരിശോധിക്കുമ്പോൾ അതിനകത്ത് കണ്ട ചില പിന്നെ ധാരണക്കുറവുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതലായി നടത്തേണ്ടതായി വന്നു. പരിശോധിച്ച് നോക്കിയപ്പോൾ സ്വാഭാവികമായും അതിലെ കാര്യങ്ങൾ ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതാണെന്ന് തോന്നി. അത് കായിക വകുപ്പ് പൂഴ്ത്തിവെക്കപ്പെടേണ്ട ഫയലാണ് എന്ന് തോന്നിയില്ല. അതുകൊണ്ട് ആ ഫയൽ കൈമാറി. ഇതൊരു 2-3 ആഴ്ചയായി നടക്കുന്ന കാര്യങ്ങൾ പിന്നെ അങ്ങനെ ആയിരുന്നെങ്കിൽ നേരത്തെ തന്നെ മാധ്യമങ്ങൾക്കൊക്കെ ഇതിൻ്റെ മറ്റ് വിവരങ്ങളൊക്കെ ലഭ്യമാക്കാമായിരുന്നല്ലോ. ഇവിടെ അന്വേഷണം നടക്കുമ്പോഴും അന്വേഷണ റിപ്പോർട്ട് എൻ്റെ കൈവശം വരുമ്പോഴും ഞാൻ കൈമാറുന്ന ഘട്ടത്തിൽ ഒന്നും തന്നെ ഒരു വിവരം പോലും ആർക്കും പോലും ലഭ്യമായിരുന്നല്ലോ. അപ്പോൾ ആരോടും പകയുടെ പ്രശ്നമൊന്നും ഗവൺമെന്റിനെ സംബന്ധിച്ചില്ല. ഇപ്പോൾ ഒരു സ്വകാര്യ ചാനൽ പറയുന്ന പോലെ അവരോട് പക തീർക്കാൻ വേണ്ടിയിട്ടൊന്നും ആരും ഇതിൻ്റെ പുറകിൽ ഇറങ്ങി നടക്കുന്നതല്ല. ഇതൊരു ഗവൺമെന്റ് തലത്തിൽ നടത്തപ്പെടുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തത കുറവുണ്ടായിരുന്നെങ്കിൽ അത് പരിശോധിക്കൽ തെളിയപ്പെടുമ്പോൾ നമ്മളത് റിപ്പോർട്ട് ചെയ്യണം. കൈവകുപ്പിന്റെ ഉത്തരവാദിത്തം. അല്ല, നമുക്ക് പരാതികളുണ്ടായിരുന്നു. ആ പരാതികളെ സംബന്ധിച്ച് ഒരു പരിശോധന നടത്തേണ്ടത് സാഹചര്യം ഉണ്ടായിരുന്നു. ഫയലുകളിൽ കാണിക്കപ്പെട്ടിരുന്ന അങ്ങനെയാണ്. ഫയലുകളിൽ കാണിക്കപ്പെട്ടിരുന്ന വിവരങ്ങൾ ആ തരത്തിലാണ് ഉണ്ടായിരുന്നത്. ഒരൊറ്റ ഫിനാൻഷ്യൽ എക്കോസിസ്റ്റത്തിൽ പെടുന്നതായിട്ടാണ് ഫയലിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കപ്പെട്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട ഒന്ന് ഗോട്ടാട് മാറി RBC വരുമ്പോൾ ഒരേ പോസ്റ്റൽ അഡ്രസ്സിലും അതുപോലെ തന്നെ ഓരോ ഇക്കോസിസ്റ്റത്തിലും പെടുന്ന ഒന്നാണെങ്കിൽ അതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതായിരുന്നു. അന്ന് അത് പരിശോധിക്കപ്പെടണം. അതിൻ്റെ ഡ്യൂ ഡിലിജൻസ് പരിശോധിക്കപ്പെടേണ്ടതായിരുന്നു. അതുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഈ ഗോട്ടാട് എന്ന് പറഞ്ഞ കമ്പനി രൂപീകരിക്കപ്പെട്ടത് വെറും 20 ദിവസം മുമ്പാണ്. ഈ കത്ത് അയക്കപ്പെടുന്നതിന് 20 ദിവസം മുമ്പ് മാത്രം രൂപീകരിക്കപ്പെട്ട ഒരു കമ്പനിയാണ്. 1 ലക്ഷം രൂപയും മറ്റുമാണ് അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പോൾ അങ്ങനെ ഒരു കമ്പനി പറയുകയാണ് ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് സ്വാഭാവികമായിട്ട് അത് പരിശോധിച്ചിട്ട് വേണമല്ലോ അതിന് മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാൻ. അവർ മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള പ്ലെയേഴ്സിനെ ഇന്ത്യയിലേക്ക് എത്തിച്ച ഒരു ഏജൻസിയാണോ? അന്താരാഷ്ട്ര നിലവാരമുള്ള ഏതെങ്കിലും മത്സരങ്ങൾ സംഘടിപ്പിക്കപ്പെട്ട മുൻപരിചയം അവർക്കുണ്ടോ? അവർക്ക് ഇതിനു മുമ്പ് ഏതെങ്കിലും വലിയ രീതിയിലുള്ള ബ്രാൻഡിംഗ് നടത്തിയുള്ള പരിചയങ്ങളുണ്ടോ? അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പോലും 1 ലക്ഷം രൂപ മാത്രമാണെന്നിരിക്കെ കോടാനുകോടി ചെലവ് വരുന്ന ഒരു ഇവന്റ് നടപ്പാക്കി എടുക്കാനുള്ള മുഴുവൻ ചെലവും അവർ വഹിക്കാമെന്നാണ് അവർ കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ സോഴ്സ് ഓഫ് ഇൻകം അവരെ സംബന്ധിച്ച് എന്താണ്? അവരെവിടെ നിന്ന് ഈ പണം കണ്ടെത്തും? അവരെങ്ങനെ ഈ ഇവന്റ് നടത്തും എന്നതടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ പരിശോധന നടത്തിയതിന് ശേഷം മാത്രം വേണമായിരുന്നു അതുമായി മുന്നോട്ട് പോകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം പരിശോധന നടത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് തുടക്കം മുതലേ ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ പോരായ്മ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് പരിശോധിക്കപ്പെടട്ടെ. പിന്നെ അവരെല്ലാം ഉന്നയിക്കപ്പെടുന്ന പോലെ അവരുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ പരിശോധന തെളിയുമല്ലോ. അതിലിപ്പോൾ പിന്നെ മറ്റു പ്രയാസങ്ങളുടെ ആവശ്യമില്ല. വകുപ്പിൻ്റെ കയ്യിൽ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ ഫയലുകളിൽ പലതും മിസ്സിംഗ് ആണ്. ഫയലുകളിൽ പല കാര്യങ്ങളും കാണുന്നില്ല. അതുകൊണ്ട് അത് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് അന്വേഷിക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് അത് പിന്നെ മുഖ്യമന്ത്രി കൈമാറി. അത് അവിടെ ഏത് അന്വേഷണം നടത്തണം എന്നുള്ളതിനെ സംബന്ധിച്ച് അത് പഠിച്ചതിന് ശേഷം ഗവൺമെന്റ് ഒരു തീരുമാനം പ്രഖ്യാപിക്കും, അന്വേഷണം പ്രഖ്യാപിക്കും. ആ അന്വേഷണത്തിന്റെ ഭാഗമായി ആരും കുറ്റക്കാരില്ലെങ്കിൽ ആരും കുറ്റക്കാരാകുന്നില്ല. അതല്ല, ആരെങ്കിലും കുറ്റക്കാരാകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും മറ്റു നടപടി എടുക്കേണ്ടതായിട്ട് വരും. അത്രേ കാര്യത്തിലും. കായിക പ്രേമികളുടെ ഒരുപാട് പരാതികളൊക്കെ ലഭിച്ചു എന്ന് പറയുന്നു. കഴിഞ്ഞ സർക്കാർ പരാജയപ്പെട്ടത് ദൗത്യം ഈ സർക്കാർ ഏറ്റെടുക്കാൻ വേണ്ടി അല്ല, കഴിഞ്ഞ സർക്കാരിന് ആരോ എവിടെയോ ഇരുന്നൊരാഴ്ച ഇമെയിലിൽ അവർ ഇറങ്ങിപ്പോയി നടത്തിയ ഒരു അനധികൃതമായ ഒരു ഇടപെടൽ അത് ഈ സർക്കാർ തുടരേണ്ട ആവശ്യം ഉള്ളൂ. മെസ്സിയെ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ പറയില്ല. മെസ്സിയെ എന്നോട് എല്ലായ്പ്പോഴും തുടക്കം മുതലേ നിങ്ങളെല്ലാവരും ചോദിക്കാറുള്ള കാര്യമാണ് മെസ്സി ഇവിടേക്ക് വരുമോ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കാറുള്ള കാര്യം. ഞാൻ പറയുന്നത് മെസ്സി ഇവിടേക്ക് വരുമോ എന്നുള്ളതല്ല, ഇവിടെ നിന്ന് കുറച്ച് മെസ്സിമാരുണ്ടാവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അപ്പോൾ ആ പണി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നാട്ടിലെ ഗ്രൗണ്ടുകളിൽ കളിക്കുന്ന കുട്ടികളിൽ ഒരുപാട് മെസ്സിമാരുണ്ട്, ഒരുപാട് നെയ്മർമാരുണ്ട്, ഒരുപാട് പിന്നെ മറ്റ് പ്രമുഖ ഫുട്ബോൾ കളിക്കാരെ പോലെ തന്നെ പ്രഗത്ഭരാകാൻ സാധിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അവരൊക്കെ ലിഫ്റ്റ് കൊണ്ടുവരാനുള്ള പണികൾ നോക്കാം നമുക്ക്. അതാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഈ കായിക മേഖലയെ മൊത്തത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തുള്ളതിനേക്കാൾ ഇരട്ടി തുക പാരിതോഷികമായി പ്രഖ്യാപിച്ചത്. അവരുടെ പ്രൈഡ് ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അവരാരും മറ്റ് സംസ്ഥാനങ്ങളിലെ പിന്നെ മത്സരാർത്ഥികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കണ്ട് ഞങ്ങളുടെ സംസ്ഥാനം ഞങ്ങളെ അവഗണിച്ചു എന്ന ചിന്ത അവർക്കുണ്ടാകാൻ വേണ്ടി പാടില്ല.
അവരെ ഏറ്റവും അഭിമാനത്തോടു കൂടി ചേർത്ത് നിർത്താൻ തീരുമാനമെടുത്തത്.